ഹൃദയശുദ്ധിയോടെ, ആത്മനവീകരണത്തോടെ, ആത്മസംതൃപ്തിയോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുകയാണ്. നാളെയാണ് സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ. ഈദ്ഗാഹുകൾ, പള്ളികളിലൊക്കെ അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. പ്രഖ്യാപനം കാത്തിരിക്കുകയായിരുന്നു. വളരെ കൃത്യമായി തന്നെ അത് സംബന്ധിച്ച പ്രഖ്യാപനം വരേണ്ടതുണ്ട്. അതിന് ചില രീതികളുണ്ട്. മതപണ്ഡിതന്മാർ അത് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു വിശ്വാസികൾ ഉടനീളം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നു. വ്രതം അനുഷ്ഠിച്ച എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാക്കുന്ന വലിയൊരു സംതൃപ്തിയുണ്ട്. ദൈവത്തിലർപ്പിച്ച ഒരു മാസം അത് പൂർത്തീകരിച്ചിരിക്കുന്നു. നാളെ പെരുന്നാൾ, അത് സൗഹൃദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ദിനം തന്നെയായിരിക്കും. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. പൊന്നാനിയിലും കാപ്പാടും തിരുവനന്തപുരത്തും മാസപ്പിറ കണ്ടിരിക്കുന്നു. ചെറിയ പെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് വിശ്വാസികൾ കടന്നിരിക്കുന്നു. മാസപ്പിറ ദൃശ്യമായതിന് പിന്നാലെ അത് സംബന്ധിച്ച പ്രഖ്യാപനം ഇസ്ലാം മത പണ്ഡിതന്മാർ നടത്തുന്നു. നേരത്തെ എല്ലാവരും മതനേതാക്കളൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആഘോഷം അതിരുവിട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത ഈ ഇസ്ലാം മത പണ്ഡിതന്മാരും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, ഉപാസനയുടെ ഒരു മാസക്കാലം, അതിനുശേഷം മാസപ്പിറ ദൃശ്യമാവുന്നു. നാളെ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് വിശ്വാസികൾ കടക്കുന്നു. ദൈവത്തിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനാനിരതമായ ഒരു മാസക്കാലത്തിനു ശേഷം അതിൻ്റെ മുഴുവൻ പുണ്യവും സ്വന്തമാക്കി, അതിൻ്റെ മുഴുവൻ സംതൃപ്തിയും അതിൻ്റെ ആത്മനിർവൃതിയും സ്വന്തമാക്കി വിശ്വാസികൾ ഇനിയൊരു ആഘോഷത്തിൻ്റെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, തുടരാം. ഷഫീദ്. അർജിത്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചെറിയ പെരുന്നാൾ നാളെ എന്നുള്ള കാര്യം ഇപ്പോൾ ഇമാമുമാർ, ഖാസിമാരെല്ലാം ചേർന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. വ്രതശുദ്ധിയുടെ 29 ദിവസങ്ങൾ വിശ്വാസി സമൂഹം 29 ദിവസം പൂർത്തിയാക്കിയ ശേഷം ആ രീതിയിൽ വലിയ വിശ്വാസത്തിന്റെ ഭാഗമായി അവരിപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ പ്രഖ്യാപനമുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം പാളയം ഇമാം VP സുഹൈബ് മൗലവി ചേരുകയാണ്. നന്തങ്കോടാണ് പിറ കണ്ടത്. വലിയ സന്തോഷം. 29 ദിവസം പൂർത്തിയാക്കി. വ്രതശുദ്ധിയുടെ 29 ദിവസങ്ങൾ താണ്ടിയതാ നാളെ നമ്മൾ ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നു. നമ്മുടെയൊക്കെ കൂട്ടുകാർ ഒരുപാടുള്ള ഒരു പള്ളിയാണ് നമ്മുടെ നന്തങ്കോട് ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. ഈ വർഷം നമുക്ക് നന്തങ്കോട് ജുമാ മസ്ജിദിന്റെ മുകളിൽ നിന്ന് തന്നെയാണ് മാസപ്പിറ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, നമ്മളെ വ്രത പരിസമാപ്തി ആയിരിക്കുകയാണ്. ഈദുൽ ഫിത്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്ർ ആശംസകൾ നേരുകയാണ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും കെട്ടുറപ്പിന്റെയും ഒരു ഈദുൽ ഫിത്റായിട്ട് നമ്മുടെ ഈ ഈദുൽ ഫിത്ർ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ദുർബല വിഭാഗങ്ങളോടും പ്രാർത്ഥനയോടുകൂടി ഐക്യദാർഢ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ലഹരിയടക്കമുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാനുള്ളൊരു പ്രചോദനമായിട്ട് ഈ റമദാനിൽ നമുക്ക് ലഭിച്ച ഒരു ഊർജം, അത് നമ്മൾ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ നമ്മളതിനെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ നമുക്കിടയിലുള്ള പരസ്പര സാഹോദര്യമുണ്ടല്ലോ, ആ സാഹോദര്യം ശക്തിപ്പെടുത്താനുള്ള ഒരു നല്ല അവസരമാക്കി നമ്മൾ ഈദുൽ ഫിത്റിനെ കാണണം. എല്ലാവരോടും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്ർ ആശംസിക്കുക മാത്രമല്ല, നമ്മുടെ ഈദ് ദിനത്തിൽ നമ്മുടെ സഹോദര സമുദായങ്ങൾ അടക്കമുള്ള ആളുകളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവുകയും അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അതുപോലെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, അയൽപക്ക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക, ഇതെല്ലാമാണ് ഈദിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടത്. ഇതിനെല്ലാം നമുക്ക് സാധ്യമാവട്ടെ. ഇന്നലി കൊല്ലി കൗമിൻ ഈദൻ വഹാദ ഈദുന എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. എല്ലാ സമൂഹങ്ങൾക്കും ഓരോ ആഘോഷങ്ങളുണ്ട്. ഇത് നമ്മുടെ ആഘോഷമാണ്. ഈ ആഘോഷത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കൂടുതൽ സന്തോഷകരമാക്കുവാൻ ശ്രമിക്കുക. നാഥൻ അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാളയം ഇമാം VP സുഹൈബ് മൗലവിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ ജുമാ നമസ്കാരത്തിന്റെ ഒക്കെ ഈ കഴിഞ്ഞ 29 ദിവസവും ജുമാ നമസ്കാരത്തിന്റെ ഒക്കെ സമയത്ത് ഇതിൽ നമ്മൾ കേട്ടത്, ഇവരുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടത്, അത് സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചാണ്. അല്പസമയം മുൻപ് VP സുഹൈബ് മൗലവി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു സൂചന തന്നു. നാളത്തെ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിലും സ്വാഭാവികമായും ഇപ്പോൾ സമൂഹം നേരിടുന്ന ലഹരി അടക്കമുള്ള വിപത്തുകൾക്കെതിരെ എങ്ങനെ കെട്ടുറപ്പുണ്ടാക്കാം, എങ്ങനെ അതിനെ നേരിടാം എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരാമർശമുണ്ടാകും. ഏതായാലും അല്പസമയം മുൻപാണ് തിരുവനന്തപുരം നഗരത്തിലെ നന്തങ്കോട് ജുമാ മസ്ജിദിന് മുകളിൽ പിറ കണ്ടു എന്നുള്ള വിവരം വരുന്നതിന് ശേഷമാണ് ഈ ഇമാമുമാരുടെ കൂട്ടായ്മ, അവരുടെ ഒരു കൂട്ടായ്മ നാളെ ചെറിയ പെരുന്നാളാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 29 ദിവസത്തെ വ്രതശുദ്ധിയോടുള്ള അനുഷ്ഠാനം അത് പൂർത്തിയാക്കി ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ, ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ നാളെ മുസ്ലിം മതവിശ്വാസികൾ തയ്യാറെടുക്കുകയാണ്. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ പാളയം ജുമാ മസ്ജിദിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പാളയം ഇമാമിൻ്റെ പ്രതികരണവും ഷഫീദ് റാവുത്തർ പങ്കുവെക്കുകയായിരുന്നു. എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച്, എല്ലാവരും ഒത്ത് സന്തോഷം പങ്കുവെച്ച്, സമൂഹം നേരിടുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങളിൽ
ജാഗ്രത വേണം എന്നോർമ്മിപ്പിച്ചുകൊണ്ട് മതപണ്ഡിതന്മാർ നടത്തുന്ന പ്രതികരണങ്ങൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 30 നോമ്പും പൂർത്തിയാക്കാൻ വിശ്വാസികൾക്ക് കഴിഞ്ഞിരുന്നു. ഇത്തവണ വ്രതശുദ്ധിയുടെ 29 ദിവസങ്ങൾ. അതിനുശേഷം നാളെ സംസ്ഥാനത്ത് ചെറിയ പെരുന്നാളായിരിക്കും. എങ്ങും ആഘോഷത്തിൻ്റെ അലയൊലികൾ, വിപണികളിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പ്രാർത്ഥനാ നിർഭരമായ പ്രാർത്ഥനയിൽ മുഴുകിയ ഒരു നോമ്പുകാലം അതിന് പരിസമാപ്തിയാവുന്നു. അതിനുശേഷം ചെറിയ പെരുന്നാളിലേക്ക് കടക്കുന്നു.